സി ജോസഫ് വിജയനും ഞാൻ சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். നോക്കൂ, ഇപ്പോൾ നമ്മൾ കണ്ടത് വിജയ് നായകനാകുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഡയലോഗ് ഡെലിവറി നടത്തുക എന്നുണ്ടെങ്കിൽ അതുപോലെ ഇരിക്കുന്ന ഒരു ഭാഗമായി നിങ്ങൾക്ക് തോന്നിയോ? എന്നാൽ അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി നടൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ ആരും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓർമ്മയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ആ ഒരു ഡയലോഗ് ഡെലിവറി, ഒരു സിനിമയിലെ ഡയലോഗ് ഡെലിവറി ഒക്കെ പറയുന്നത് പോലെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ അറിയോ, ഈ രീതിയിലാണ് തമിഴ്നാട് രാഷ്ട്രീയം. അവിടുത്തെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എല്ലാം അതിവൈകാരികമായിട്ടാണ് അവർ കാണുന്നത്. കേവലം ഒരു 1-2 വർഷമായിട്ടില്ല, ഒരു വർഷത്തിൽ അപ്പുറം അല്ലെങ്കിൽ 2 വർഷത്തിന് താഴെ മാത്രം രൂപം കൊണ്ടൊരു കക്ഷിയാണ് TVK എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ദ്രാവിഡ കക്ഷികളല്ലാതെ അവിടെ ആരും ഭരിച്ചിട്ടില്ല. ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്നു, അത് തകർന്ന് പിന്നെ DMKയും ADMKയും മാറി മാറി ഭരിക്കുക എന്നല്ലാതെ മറ്റാരും അവിടെ ഒരു പരീക്ഷണത്തിന് തയ്യാറായിട്ടില്ല. കമലഹാസൻ വന്നു, രജനീകാന്ത് വരുന്നു എന്ന് പറഞ്ഞു, വിജയകാന്ത് ഒരിക്കലും ഒരു പരീക്ഷണം നടത്തി, പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായി ഒരിക്കലുണ്ടായി. എങ്കിലും അവർക്കാർക്കും നിലം തൊടാനായില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. കാരണം DMKയുടെയും ADMKയുടെയും മുന്നിൽ അവർക്കൊന്നും പിടിച്ചു നിൽക്കാനായില്ല. അവിടെയാണ് കേവലം ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു ചെറിയ മനുഷ്യൻ അവിടെ ഒരു വലിയ തരംഗം സൃഷ്ടിച്ചത്. അത് പലപ്പോഴും പലരും വില കൊടുത്തില്ല എന്ന് നമുക്കറിയാം. പ്രചരണ കാലഘട്ടത്തിലും ഉടനീളം നടത്തിയ സമ്മേളനങ്ങളൊക്കെ ലക്ഷങ്ങളും ഒക്കെയാണ് തടിച്ചു കൂടിയത്. അത് നമുക്കറിയാം. കരൂരിൽ വെച്ച് വലിയ അപകടം ഉണ്ടാവുകയും 10-40ഓളം പേര് മരണപ്പെടുകയൊക്കെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ട് പോലും ഇനി വിജയ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പലരും എഴുതി തള്ളിയിടത്തു നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നാണ് കേവല ഭൂരിപക്ഷം തയ്ക്കാൻ പറ്റിയില്ലെങ്കിലും 108 എന്നൊരു സംഖ്യയിൽ ഏറ്റവും വലിയ ഒരു കക്ഷിയായിട്ട് അത് വളർന്നു വന്നത്. അവിടെയാണ് സ്റ്റാലിൻ അന്തം വിട്ടു നിന്നത്. ADMK മറുപക്ഷത്തുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. BJPക്ക് കേവലം ഒരു മെമ്പറെ മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ആ തന്ത്രങ്ങളിലൊന്നും അവിടെ നിന്നില്ല. മാക്സിമം ഗവർണറെ വെച്ച് കളിക്കാൻ നോക്കിയെങ്കിലും ആ കളിയിലും നടപ്പിലായില്ല. പക്ഷെ ഒരു കാര്യം നടന്നു കേട്ടോ, ഈ DMKയുടെ വോട്ടും വാങ്ങിക്കൊണ്ട് നന്ദിയില്ലാതെ കോൺഗ്രസ് ഒരൊറ്റ ദിവസം കൊണ്ട് TVKയുടെ പക്ഷത്ത് പോവുകയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അതൊരു വഞ്ചനയായിരുന്നു, ചതിയായിരുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആ വിജയിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നിങ്ങൾ നോട്ട് ചെയ്ത് കാണും. അത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഡാമേജ് ഇപ്പോഴൊന്നുമല്ല അറിയുക, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. കാരണം ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയാണ് DMK. ആ DMK ആണ് തോണ്ടിവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യ സഖ്യം വിട്ടുകഴിഞ്ഞു. അത് ആൾ ഇന്ത്യ തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയൂ. അധികാരമില്ലാത്തൊരവസ്ഥയെ പറ്റിയിട്ട് കോൺഗ്രസ്സിന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കേവല ഭൂരിപക്ഷം കിട്ടാത്ത 108 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഒരു പരിചയവുമില്ലാത്ത ഈ വിജയിന് അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയെങ്കിൽ
ഇവിടെ 102 സീറ്റ് കിട്ടിയിട്ട് ഇന്ന് വരേക്കും 8-9 ദിവസം കഴിഞ്ഞിട്ട് പോലും ഇവിടെ മുഖ്യമന്ത്രി ആരാണെന്ന് പോലും കേരളത്തിൽ തീരുമാനിക്കാൻ കഴിയാതെ നടക്കുന്ന ഒരു അടിപിടി ഉണ്ടല്ലോ. അത് കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് മലയാളി ഇരിക്കുകയാണ്. തങ്ങൾ ഇങ്ങനൊരു ഗതികേടിലായി പോയല്ലോ, തങ്ങളുടെ വോട്ട് ഇങ്ങനെ പാഴാക്കിപ്പോയല്ലോ, ഇതിലും ഭേദം LDF തന്നെ ആയിരുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. കാരണം LDFനായിരുന്നു ഭൂരിപക്ഷം എന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഭരണചക്രം എന്നോ തിരിഞ്ഞു തുടങ്ങിയിരുന്നു. അവർ തുടങ്ങി വെച്ച വികസന പദ്ധതികൾ അനസ്യൂതം തുടർന്നേനെ. ഇതിനിവിടെ എന്ത് നടക്കും ഏത് നടക്കുന്നു പോലും കേരളത്തിലെ മനുഷ്യരറിയാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇവിടെ ഈ വിജയിൻ്റെ തൊട്ടടുത്ത് ഒരു ഭൂരിപക്ഷവും ഇല്ല കേട്ടോ. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത വിജയമാണ്. ബാക്കിയുള്ള കക്ഷികൾ DMKയുടെ കാരുണ്യം കൊണ്ട് മാത്രം ഇവിടെ വന്ന് പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യാണ്. ഏത് നിമിഷവും വലിച്ച് താഴെ ഇടാൻ DMK വിചാരിച്ചാൽ ആരെ പറ്റും? ഈ വിജയ് മന്ത്രിസഭയെ പറ്റും. ആ ഘട്ടത്തിലാണ് വിജയ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ആവേശത്തിൽ എന്തോ താൻ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ സിനിമാ ഡയലോഗ് ഡെലിവറി നടത്തുന്ന പോലെയുള്ള ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം രാഷ്ട്രീയം പിച്ചവെച്ച് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിന് വരുന്ന ആളുകളിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞു കാണാം. പക്ഷേ എല്ലാം തമിഴ്നാടിനായാലും നമ്മുടെ ഇവിടെ കൊച്ചു കേരളത്തിനായാലും നല്ലത് നടക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നമ്മുടെ പ്രേക്ഷകരെന്താണ് വിചാരിക്കുന്നത്? ഇനിയാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വിജയിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കുക. അതിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് ഈ സിനിമാ ഡയലോഗ് ഡെലിവറി ഒന്നും വില പോവില്ല എന്നുള്ളതറിയാം. മനുഷ്യൻ്റെ ജീവിതവുമായി കളി തുടങ്ങുമ്പോഴായിരിക്കും യഥാർത്ഥ വിജയ് എന്താണ് ചെയ്യാൻ കഴിയുക. അവിടെയാണ് വിജയ് എന്ന മനുഷ്യൻ്റെ കഴിവ് അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രവർത്തിക്കേണ്ടി വരിക. അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരവുണ്ടാകുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം മറുപക്ഷത്ത് പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പരിചയവുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. വാരിക്കോരി ഒരുപാട് സൗജന്യങ്ങൾ നൽകിയാൽ അവരെ ഒന്നും തിരിച്ചു കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് സ്റ്റാലിൻ. കാരണം ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ സൗജന്യം കൊടുത്തതും ഉത്സവകാലത്തൊക്കെ ഒരുപാട് പൈസകൾ കൊടുത്തിട്ടും എല്ലാ മാസവും 1000 രൂപ വെച്ച് സ്ത്രീകൾക്കൊക്കെ കൊടുത്തിട്ടും അവരൊന്നും തിരിച്ച് സ്റ്റാലിനെ വോട്ട് ചെയ്ത് ഭരണത്തിൽ കൊണ്ടുവന്നില്ലല്ലോ. അത് തന്നെ സംഭവിക്കും. ആദ്മി പാർട്ടി എന്തെല്ലാം കൊണ്ടുവന്നു? കറണ്ട് ഫ്രീ ആക്കി, വെള്ളം ഫ്രീ ആക്കി. എന്താണ് ആദ്മി പാർട്ടിയെ ഡൽഹിക്കാർ ചെയ്തത്? അതേ അനുഭവം ഈ TVKയും കാത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ തന്നെ DMKയും മുൻ ഗവൺമെൻറ്റിനെയും ഖജനാവിനെയും കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വിജയ് ഭരണം തുടങ്ങി വെച്ചത് എന്നുള്ളത് തന്നെ ഒരു ദുർലക്ഷണമായിട്ടാണ് കാണുന്നത്. DMK പക്ഷത്തുള്ള ഏതാനും കക്ഷികളുടെ പിന്തുണയോട് കൂടിയാണ് താൻ ഭരിക്കുന്നത് എന്ന് മറന്നുപോയാൽ അവർ ഏത് നിമിഷവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാലം വലിക്കുമെന്ന് മറക്കാതിരുന്നാൽ ആർക്ക് കൊള്ളാം? ഈ വിജയിന് കൊള്ളാം. സിനിമയിലെ ഡയലോഗ് ഡെലിവറി പോലെ പ്രചരണ കാലഘട്ടത്തിൽ പറയുന്നത് പോലെ ആയിരിക്കില്ല ഇനി ഭരണകാലഘട്ടത്തിൽ ജനജീവിതമായി സംവദിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളത് ഈ വിജയ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന് ആ സദ്ബുദ്ധി കിട്ടട്ടെ, നല്ലത് തമിഴ് ജനതയ്ക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.